പോകുന്നത് ആലപ്പുഴ കുട്ടനാട്ടിലേക്കാണ് കേട്ടോ. ആദ്യം തന്നെ പറയാം, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. കാരണം കാണാനും മാത്രം ഉണ്ട് കേട്ടോ, ചിരിക്കരുതെന്ന് മാത്രം. ഇത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് വല്ല കായലോ റോഡോ വല്ല ആയിരിക്കും. ഇത് അതൊന്നും വല്ല റോഡാണ്. അങ്ങനെ നമ്മൾ റോഡിൽ കൂടി ആദ്യമായിട്ടാണ് വള്ളത്തിൽ യാത്ര ചെയ്യുന്നത്. ഇതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു യാത്രയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളെയും കൂടെ അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പൊ ശ്രമിക്കുന്നത് കേട്ടോ. ഈ വള്ളത്തിൽ കയറ്റിയിട്ട് ഞങ്ങൾ എവിടെയാണ് കൊണ്ടുപോകുന്നത് എനിക്കറിയാവാ. എവിടാണ്? ഷോപ്പിലേക്ക്. വേറൊന്നും അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുതേ. ഞങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. ഫുഡ് കഴിക്കാൻ മാത്രം ഉപ്പാണ് കേട്ടോ. നിങ്ങളും ആ ശീലം ഒന്ന് ഏറ്റെടുത്തേക്കില്ലും. അതൊന്നും നമ്മുടെ ആരോഗ്യത്തിന് കൊള്ളത്തില്ല. ഫുഡ് കഴിച്ചിട്ട് മാന്യമായ രീതി വന്നാൽ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ആലപ്പുഴക്കാർ ഇങ്ങനെയാണെന്ന് ഇത് കണ്ടു നോക്കിയേ. കണ്ട, ഭയങ്കര പേടിയാണ്. ഓരോ പേടിത്തൊണ്ടികളാണ്. പക്ഷെ അവർക്ക് ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മള് കടലാണല്ലോ നീന്തി കിടക്കുന്നതിന് വേണ്ടി. ഷാപ്പുകാരുടെ ഒടുക്കത്തെ ബുദ്ധിയാണ് കേട്ടാ. കാരണം ഞായറാഴ്ച ദിവസം നിങ്ങളൊന്ന് സങ്കല്പിച്ചല്ലോ, ലക്ഷങ്ങളുടെ ബിസിനസ് ആണ് ഇവർക്ക് നടക്കുന്നത്. അപ്പൊ അതാ ഒരു കളയുവോ? അപ്പൊ അവരെന്ത് ചെയ്യും? അവര് ഒരു വള്ളം എടുത്തിട്ട് രണ്ട് സൈഡിലും ഒരേ തിര നിർത്തിയേക്കുവാണ്. അത് പങ്കായം വെച്ച് നീന്തി അങ്ങനെ പോകാൻ പറ്റുവാ? നിങ്ങൾ തന്നെ പറ, റോഡല്ലേ. അപ്പൊ അവരിങ്ങനെ നമ്മളെ മെല്ലെ മെല്ലെ സപ്പോർട്ട് ചെയ്ത് വള്ളം മറിയാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും ഷാപ്പ് റെസ്റ്റോറന്റിന്റെ ഉള്ളിലെത്തിക്കണം. ഷാപ്പ് റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ പോലും എന്താ വെള്ളപ്പൊക്കമെന്നറിയാവോ? അതിന്റെ അകത്തിരുന്ന് നമുക്ക് നമ്മുടെ കാലൊക്കെ വന്ന് മീനില്ലേ ഇങ്ങനെ മസാജ് ചെയ്ത് തരും. എന്നിട്ട് നമുക്ക് ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റും. ഇതാണ് ഷാപ്പ് റെസ്റ്റോറന്റിന്റെ അവസ്ഥ. കണ്ട, ഇത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടെ ഫുഡ് കഴിക്കാൻ വരുമോ? കാറിൽ പോകാൻ പറ്റുമോ? ബൈക്കിൽ പോകാൻ പറ്റുമോ? നീന്തി പോകാൻ പറ്റുമോ? പിന്നെ ഷാപ്പുകാരെന്ത് ചെയ്യണം അല്ലേ? ഇതൊക്കെ കണ്ടുപഠിച്ച വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്താം. അപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് പലതും സംഭവിക്കുന്നുണ്ട് കേട്ടാ. അതെന്തുവാ നിങ്ങൾക്ക് കാണണ്ടേ? കണ്ടോളൂ. കടലിലൊക്കെ ചെറിയൊരു വള്ളമായിട്ട് പോയിട്ട് വരുന്നവരൊക്കെ സമ്മതിക്കണം. ഇത് കേൾക്കുമ്പോ നിങ്ങൾ ചിന്തിക്കും, ഈ പറയുന്ന ആള് ഈ ധൈര്യത്തിന്റെ സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ് കൊടുക്കുന്ന ആശാൻ ഭയങ്കര ധൈര്യശാലിയായിരിക്കും അല്ലേ? ഭൂലോക പേടിത്തൊണ്ടനാണ്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, ചിരിച്ചിരിച്ച് ഞാൻ ഒരു പരുവായി. പിന്നെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവരുടെയൊക്കെ മുഖഭാവം നോക്കിയേ. ഈ വള്ളത്തിൽ കയറിയപ്പോഴത്തേക്ക് എന്തോരം പേടിച്ച് കയറിയവരാണ്. ഇപ്പൊ എല്ലാരും ചിരിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നില്ലേ? അതെന്തായാലും സമ്മതിക്കണം അല്ലേ?